ഇന്നത്തെ സ്പെഷ്യൽ ചീസി വൈറ്റ് സോസ് പാസ്തയാണ്. ചീസി വൈറ്റ് സോസ് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ചിക്കൻ ഇട്ടിട്ടാണ് ഇവിടെ പാസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ ആവശ്യമില്ലാത്തവർക്ക് വെജിറ്റബിൾ മാത്രം ചേർത്താൽ മതിയാകും. അതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലില്ലാതെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പാസ്ത വേവിക്കാനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 5 കപ്പ് പാസ്തയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 9 പേർക്ക് കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. ഒത്തിരി നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കരുത്. അടുത്തതായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതിയാകും. പാസ്ത റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതിരിക്കാനായിട്ട്. വെന്ത് വന്ന പാസ്തയെ വാർത്തെടുക്കാം. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് റെഡ് ക്യാപ്സിക്കം, ഒരു ചെറിയ ഓനിയൻ, കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം, കുറച്ച് യെല്ലോ ക്യാപ്സിക്കം, കുറച്ച് കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഒന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ ഒരു 2-3 മിനിറ്റ്. ഒത്തിരി അങ്ങൊന്ന് വെന്ത് പോവാതെ നോക്കണം. അടുത്തതായി ഒരു ഉരുളി വയ്ക്കാം. അതിലേക്ക് 100 ഗ്രാം ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 5 കപ്പ് പാസ്തയിലേക്ക് 100 ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കപ്പൊക്കെയാണ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ പകുതി ബട്ടർ ഇട്ടാൽ മതിയാകും. ഇത് സാൾട്ടുള്ള ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ലപോലെ മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്ന ബട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതാക്കി അരിഞ്ഞത്. മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. കട്ടയെല്ലാം ഉടഞ്ഞു പോയി നല്ലപോലെ മെൽറ്റായി വരട്ടെ. അടുത്തതായി 4 കപ്പ് പാലാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. 4 കപ്പ് പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് കുറുകി വരട്ടെ. കുറുകി വന്നതിന് ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് ക്രഷ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ ഒന്നുകൂടി മിക്സ് ചെയ്യാം. അടുത്തതായി ചീസ് ഇട്ട് കൊടുക്കാം. മസാല ചീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു 3/4 കപ്പോളം ഉണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിന് പകുതി ക്രീം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാം കൂടി ഇതിൽ മൊത്തത്തിൽ വേവില്ല. അതുകൊണ്ട് പകുതി ക്രീം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലാണ് ഞാൻ പകുതി സെറ്റ് ചെയ്യുന്നത്. പകുതി ചിക്കൻ മിക്സ് ചെയ്തതാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. പകുതി എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. അടുത്ത പാത്രത്തിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുക്കാനായിട്ട്. മൊത്തത്തിൽ ഇതിൽ ഇളക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പകുതി എടുത്ത് മാറ്റിയത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇപ്പോഴേ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ബട്ടറിൽ ഉപ്പുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഉപ്പ് ഓവറായി പോകരുത്. നല്ല പോലെ മിക്സ് ചെയ്യാം. ഇനി അത് സെറ്റ് ചെയ്യാം നമുക്ക്. പാസ്ത എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു പാസ്തയാണ്. ചിക്കൻ എല്ലാം ചേർത്തിട്ടുള്ളത്. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ മാത്രം ഇട്ടാൽ മതിയാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും.
ഒരു വെറൈറ്റി പാസ്തയാണിത്.